ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്നത്തെ ചിന്തകൾ എന്ന പരമ്പരയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ദൈവം രക്ഷിക്കും, അല്ലെ ഭഗവാൻ നമ്മുടെ രക്ഷകനാണ് എന്ന് വിശ്വാസമില്ലാത്തവർ, എന്ന് ഉറപ്പില്ലാത്തവർ മാത്രം കേൾക്കൂ എന്ന ടൈറ്റിലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും തോന്നും, ദൈവം രക്ഷിക്കുമെങ്കിൽ നമുക്കെങ്ങനെയാണ് ഇത്രയും, ദൈവം രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ നമുക്കെങ്ങനെയാണ് ഇത്രയും പ്രശ്നങ്ങൾ, വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നത്? നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കുന്നില്ല. നിരാശയും അപകർഷതയും വിഷമങ്ങളും പ്രതിസന്ധികളും ജീവിതത്തെ തളർത്തുന്നു, ഡിപ്രഷനിലാക്കുന്നു, വളരെ ദുഃഖത്തിലാഴ്ത്തുന്നു, ഒറ്റപ്പെടുത്തുന്നു, ഏകാന്തത്തിലിരിക്കേണ്ടി വരുന്നു, മനസ്സിനൊരു സന്തോഷവുമില്ല എന്നൊക്കെ നമുക്ക് പലർക്കും അനുഭവപ്പെടും. പലരുടെയും ചിന്തകളാവും ഇതെല്ലാം. എന്തുകൊണ്ടാണ് ഈ കാരണങ്ങൾക്കെല്ലാം? അത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ജന്മാന്തരമായ കർമ്മഫലങ്ങൾ, ഏതൊക്കെയോ ജന്മം നാം അനുഭവിച്ച കർമ്മത്തിൻ്റെ ചെയ്ത കർമ്മങ്ങളുടെ ഫലം വീണ്ടും 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 അനുഭവിച്ച് അവസാനം കർമ്മങ്ങളെല്ലാം എരിഞ്ഞടങ്ങുമ്പോൾ ആ വന്ന സ്ഥലത്തേക്ക്, അതായത് വിട്ട ആളിലേക്ക് തന്നെ ചെന്ന് ആ പൂർണ്ണതയെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയാണമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നാം ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അധികം തിരിച്ചടിയുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് ജ്ഞാനം സമ്പാദിക്കുന്നത്. ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആത്മീയമായിട്ടുള്ള പാതയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാം പിന്നെ നമുക്ക് തിരിച്ചടിയായി വരുന്ന, അല്ലെ നമുക്ക് ദോഷകർമ്മങ്ങളായി വരുന്ന കർമ്മങ്ങൾ അധികം ചെയ്യാൻ നമുക്ക് മനസ്സ് വരില്ല. എല്ലാറ്റിനെയും ഏകീഭാവത്തിൽ കാണുകയും ഞാൻ അനുഭവിക്കുന്ന ദുഃഖം മറ്റൊരാൾക്കും ഉണ്ടാകും എൻ്റെ കർമ്മം കൊണ്ട് എന്നുള്ള ആ ഒരു തോന്നലിലേക്ക് നാം എത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മം പിന്നീടെല്ലാം വളരെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ ഒതുങ്ങും. പക്ഷേ സത്കർമ്മങ്ങൾ ചെയ്യാൻ പിന്നെയും കാലങ്ങൾ നാം പിന്നെയും എടുക്കും. നമ്മൾ അധികം മോശകർമ്മങ്ങൾ ചെയ്യില്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. പക്ഷെ വീണ്ടും 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 ധാരാളം മരണങ്ങളൊക്കെ വീണ്ടെടുത്ത് വരുമ്പോഴേ നമ്മൾ സത്കർമ്മികളായി മാത്രം ജീവിക്കുകയുള്ളൂ. അതിനും ശേഷമാണ് സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥ. ഏത് കർമ്മം വന്നാലും, ഏത് ദുരിതങ്ങൾ വന്നാലും നാം അതിലേക്ക് ചാഞ്ചാട്ടമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഈ ജന്മം നാം ആർക്കും ദോഷമില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിലും, ഞാൻ ആർക്കും ഉപദ്രവമില്ലാതെ, ആരെയും ദ്രോഹിക്കാതെ ഞാൻ ജീവിക്കുന്നു എങ്കിലും എനിക്ക് എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ, ദുരിതങ്ങൾ, വിഷമങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്ന്. ഇവിടെ എൻ്റെ വീടിനടുത്ത് ഒരാൾ കഴിഞ്ഞൊരു ദിവസം, ഒരു 54 വയസ്സുള്ള ഒരാൾ മരിച്ചു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് വളരെ വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ ഇങ്ങനെ വരും, തൊഴിലുറപ്പുകാരുടെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ നല്ല ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് യൂട്യൂബൊന്നും എടുക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാൻ അന്ന് ഇവിടെ ഒരിക്കൽ ജോലിക്ക് വന്നപ്പോഴാണ് ഞാനതൊക്കെ, അദ്ദേഹത്തിൻ്റെ പുതിയ ഫോണായിരുന്നു, അതിലൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ചാനലുണ്ടെന്ന് ഞാൻ അങ്ങനെ കാണിച്ചപ്പോൾ അത് എനിക്ക് എന്നും കാണുന്ന വിധത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാനതൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്തു. അദ്ദേഹം നിരന്തരം അതൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു ഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. കഴിഞ്ഞൊരു ദിവസം, ഒരു മാസക്കാലമായി വീട്ടിലിങ്ങനെ കാല് വേദന മുഖാന്തരം നടക്കാനൊന്നും വയ്യാതെ പെട്ടെന്ന് എന്തോ ഒരു വയ്യാഴിയെ പോലെ വന്ന് വീട്ടിൽ തന്നെ കിടപ്പായി. ഇന്നലെയാണ് അദ്ദേഹം മരിക്കുന്നത്. ആ മിനിഞ്ഞാന്ന് മരിക്കുന്നതിന് ജസ്റ്റ് ബിഫോർ ഡേയിൽ പോലും അദ്ദേഹം ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്ന്. അദ്ദേഹത്തിനെ നോക്കാനേ ഒരു മെയിൽ നേഴ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ട് ഈ വേദന എന്നെ അനുഭവിപ്പിക്കുന്നത് എന്തിനാണെന്നും പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു, ഒരുപാട് വേദനിച്ചെന്ന്. അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇതുപോലെ വേറെ പലരും എന്നോട് വളരെ സത്കർമ്മങ്ങൾ മാത്രം എൻ്റെ അറിവിൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല ടീച്ചറെ, ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന നന്മകളെ ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുള്ളൂ, പക്ഷേ എൻ്റെ ജീവിതത്തിലെല്ലാം തിരിച്ചടിയാണ്, എല്ലാം എനിക്ക് ദുരിതങ്ങളാണ് വരുന്നത്, എന്താണ് കാരണമെന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താകാം?
നമ്മൾ ഈ ശരീരം എടുത്ത് വന്നിട്ട് ഇത്ര കാലമല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് നാം ഏതെല്ലാം ജന്മങ്ങളിൽ ചെയ്തു എന്ന് നമുക്ക് വല്ല ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഒരു തിരിച്ചറിവുണ്ടോ? ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിവിൻ്റെ ലോകത്തേക്ക് വന്നത് തന്നെ. ഇതിനു മുമ്പ് ആ തിരിച്ചറിവുണ്ടായിരുന്നു. പൂർവ്വജന്മങ്ങളിൽ ആ തിരിച്ചറിവുള്ള ജ്ഞാനമുള്ള ബോധമായിരുന്നു നമ്മളിൽ ഉണ്ടായിരുന്നതെങ്കിൽ നാം ആ തെറ്റുകൾ വല്ലതും ചെയ്യുമായിരുന്നോ? മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നാം ചെയ്യുമായിരുന്നോ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് ആ കർമ്മങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ആ നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു വാസന വന്നത് തന്നെ ഭഗവാനിലേക്ക് വന്ന ഒരു ശ്രദ്ധ കാരണമാണ്. ആ ശ്രദ്ധയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാൻ തുടങ്ങിയത്. അജ്ഞാനികളായി അന്ധകാരത്തിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയും? തെറ്റുകളിലൂടെ വീട്ടിലുള്ളവരെയൊക്കെ വേദനിപ്പിക്കുകയും മറ്റുള്ളവരോടൊക്കെ ഉപദ്രവം ചെയ്യുകയും ആർക്കും ഒരു നന്മയും ചെയ്യാതെ, നന്മ ചെയ്തില്ലെങ്കിലും ആരോടും ദ്രോഹം ചെയ്യാതെ, ആരുടെയും കുറ്റം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാതെ സ്വന്തം കുറ്റങ്ങൾ മനസ്സിലാക്കി ജീവിക്കുകയും അതിന് പരിഹാരം കാണുകയും കുടുംബത്തെ നന്നായി പോറ്റുകയും എല്ലാവരെയും നന്നായി സ്നേഹിക്കുകയും ഉത്തരവാദിത്തങ്ങൾ നന്നായി നോക്കുകയൊക്കെ ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട്? അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ആ അറിവ് വരുന്നത്, വിവേകം വരുന്നത്, കൃത്യമായ ജ്ഞാനം വരുന്നത്. ആ ജ്ഞാനമുള്ളവർ അധികം കർമ്മങ്ങളെ വലിച്ചുകൂട്ടി വയ്ക്കുകയില്ല. നമുക്ക് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളൊക്കെ നാം ശ്രദ്ധയോടെ, കൃത്യതയോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുക എന്നുള്ളതല്ലാതെ അധിക കർമ്മങ്ങൾ ഇനിയും ആ സഞ്ചിക്കകത്ത് വാരിയിട്ട് കൊണ്ടുപോകില്ല. നമ്മൾ ഏൽപ്പിച്ച് വിട്ട ഒരു സഞ്ചിയുണ്ട്, സഞ്ചിത കർമ്മങ്ങളുടെ. അതിലേക്ക് നാം വീണ്ടും വീണ്ടും ജോലിയുടെ കൂലികളെല്ലാം വാരിക്കൂട്ടി കൊണ്ടുപോകില്ല. നമ്മളിലുള്ള ജ്ഞാനം ഉറച്ചു കഴിഞ്ഞാൽ, വിവേകം ഉദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാം ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല കർമ്മങ്ങളാവും. അപ്പോൾ നാം അജ്ഞതയിൽ, നമ്മുടെ അറിവില്ലായ്മയിൽ നാം ധാരാളം കർമ്മങ്ങൾ ഓരോ ജന്മങ്ങളിലും ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നാം ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഇതൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ ഇനിയും ജന്മങ്ങൾ ഉണ്ടെങ്കിൽ എന്നല്ല, ഉണ്ട്. കാരണം ഒരു നദിയുടെ പ്രയാണം മാത്രമാണ് നമ്മൾ കാണുന്നത്. ആ പ്രയാണത്തിനൊരു അവസാനമില്ലേ? ആ നദി എവിടെയെങ്കിലും ചെന്ന് ഒഴുകി ചേരണ്ടേ? അതോ നദി ഒഴുകിക്കൊണ്ടങ്ങിരിക്കുകയാണോ? ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒഴുക്കാണ് നമ്മുടെ ഈ ജന്മാന്തരങ്ങളായി നാം പല ജന്മങ്ങളായി വന്നതിന് ശേഷം അവസാനം ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അവിടെ എത്തുക എന്നുള്ളത് ആ പ്രയാണത്തിൻ്റെ അവസാനത്തെ ആ ലക്ഷ്യമാണ്. ആ പ്രയാണത്തിലായിട്ടേ ഉള്ളൂ നാം. ആ എവിടെയാണോ ലക്ഷ്യസ്ഥാനം അതിൻ്റെ തുടക്കത്തിലേ നാം എത്തിയിട്ടുള്ളൂ. ഈശ്വരനെ കുറിച്ച് അറിയാൻ തുടങ്ങുന്നത് തന്നെ ആ ലക്ഷ്യത്തിൻ്റെ തുടക്കം മാത്രമാണ്. ഇനി നാം എത്ര യാത്ര ചെയ്യണം, എത്രയോ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ ആ യാത്രയൊക്കെ ശുഭകരമാകുവാൻ, വീണ്ടും വീണ്ടും ഭാരം വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാതിരിക്കുവാൻ നമ്മൾ ഭഗവാനെ അറിഞ്ഞ് ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിച്ച് കർമ്മങ്ങളെക്കുറിച്ച് വ്യവച്ഛേദിച്ചറിയണം. ഭാരം വലിച്ചുകൊണ്ട് പോകാതെ ഇരിക്കണം. അപ്പോൾ ആ ഭാരങ്ങളുടെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ ദുസ്ഥിതികളൊക്കെ. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരോടും പരാതിയില്ല. ഭഗവാൻ നമ്മളെ ആ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് നമ്മളെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്, നമുക്ക് ആ കർമ്മഫലം അനുഭവിക്കുവാനുള്ള ശക്തി തരികയാണ് ചെയ്യുന്നത്. ആ ശക്തി നമുക്ക് തരുന്നതനുസരിച്ചാണ് നമ്മൾ കൂടുതൽ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മൾ കൂടുതൽ മെച്ചമുള്ളവരായി മാറുന്നത്. അപ്പോൾ എല്ലാവരെയും സൃഷ്ടിച്ചും നിലനിർത്തിയും സംഹരിച്ചും പോകുന്ന ഏകനായ ഭഗവാൻ ഈ റോളുകളെല്ലാം വ്യത്യസ്ത ഭാവങ്ങളിൽ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഭഗവാൻ എന്നെ രക്ഷിക്കുന്നില്ല, എൻ്റെ കഷ്ടകാലത്തിൽ ഭഗവാൻ കൂടെയില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ ആ കൂടെയുള്ള ഭഗവാൻ എന്നെയൊന്ന് ശ്രദ്ധിക്കൂ, എന്നെയൊന്ന് കേൾക്കൂ, എന്നെ നീ മനസ്സിലാക്കൂ എന്ന് ഏതെല്ലാം രൂപത്തിൽ നമ്മുടെ മുന്നിൽ ഭഗവാൻ വന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും. ഭഗവാൻ വേണുഗാനം ഓതുന്നു. എന്തിനാണ് വേണു ഇങ്ങനെ ആലപിക്കുന്നത്? എവിടെ നോക്കിയാലും ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ വേണുഗാനാലാപനത്തിൻ്റെ ചിത്രവും വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെയാണ്. എന്തിനാണ് ഭഗവാന്റെ കയ്യിൽ ഈ വേണു ഇരിക്കുന്നത്? ആ വേണുവിൽ നിന്ന് ഉതിരുന്ന മന്ത്രനാഥം ഓരോ ഭക്തന്റെയും ഓരോ ഭക്തയുടെയും ഹൃദയത്തിലേക്കുള്ള ഒരു സ്നേഹത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. ആ സ്നേഹവാതിലിലൂടെയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക്
ആ ഭഗവാന്റെ സ്നേഹത്തിൻ്റെ ആ നിർജ്ജരി നമ്മുടെ ഹൃദയത്തിൽ വന്ന് അലയടിച്ച് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ഹൃദയത്തിലേക്ക് ഓടിയെത്തുകയാണ്. വൃന്ദാവന ഗോപികമാർ പൗർണമി ദിനങ്ങളിൽ ഭഗവാൻ വേണു ഊതുന്ന ആ ഒരു മന്ത്രനാഥം കേൾക്കുമ്പോൾ തന്നെ അവർ ഒരു സ്വപ്നാടകരെ പോലെയാണ് അവരവരുടെ ഗൃഹങ്ങളിൽ നിന്ന് ഇറങ്ങുന്നത്. ആ ഭഗവാന്റെ ആ പൗർണമി ദിനങ്ങളിൽ ഓരോ ഗോപികയും മുല്ലപ്പൂവൊക്കെ അണിഞ്ഞ് ദേഹത്താകെ ചന്ദനതൈലം പൂശി നല്ല ഏറ്റവും സുന്ദരമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആടയാഭരണങ്ങളോടുകൂടി ഏറ്റവും സുന്ദരികളായി ആ ഭഗവാന്റെ ആ വേണുഗാനത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ആർക്ക് വേണ്ടിയാണ് അവർ ചമഞ്ഞൊരുങ്ങുന്നത്? ഭഗവാന്റെ സ്നേഹം സ്നേഹിക്കുന്ന ആളിൻ്റെ മുന്നിൽ എത്തുമ്പോൾ ഏറ്റവും സൗന്ദര്യമുള്ള രൂപത്തിൽ താങ്കൾ എത്തണം, ഏറ്റവും സന്തോഷമുള്ള രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും മാറണം എന്ന ചിന്തയോടുകൂടി അവരവരുടെ വീടുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെയോ മക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഒന്നും ശ്രദ്ധിക്കാതെ അവരൊക്കെ ഗാഠനിദ്രയിലായിരിക്കും. അവർ അങ്ങനെ ആ ഉറങ്ങുന്ന അവസ്ഥയിൽ ഒരു സ്വപ്നാടകയെ പോലെയാണ് ഭഗവാന്റെ വേണുഗാനം കേട്ട് ഓരോരുത്തരും പരിസരം മറന്നാണ് ചെല്ലുന്നത് ഭഗവാന്റെ അരികിലേക്ക്. ആ ചെല്ലുന്ന ഓരോ ഗോപികമാരെയും ഭഗവാൻ പ്രത്യേകം ഹൃദയത്തിൽ ചേർത്ത് ആശ്ലേഷിച്ച് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും സന്തോഷങ്ങളും കരുതലും സ്നേഹവും ഒക്കെ കൊടുക്കും. ഇത് ഗോപികമാരും ഭഗവാനും മാത്രമുള്ള ബന്ധമല്ല. ഓരോ ഭക്തരുടെയും ഉള്ളിലും ഓരോ ഗോപികയാണ് വളരുന്നത്. ഭഗവാനോട് മാധുര്യ പ്രേമത്തോടുകൂടി ആ വേണുഗാനത്തിൻ്റെ ആ അലയൊലികൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ അതിരേകം സൃഷ്ടിക്കുമ്പോൾ നാം അറിയാതെ ആ ഭഗവാനാകുന്ന ആനന്ദസാഗരത്തിലേക്ക് ആറാടുവാൻ നാം അറിയാതെ ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും അവിടെ എത്തിച്ചേരുന്നത്. ഈ എത്തിച്ചേരലാണ് ഭക്തിയെ പൂർണ്ണമാക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി ആ ഭഗവാന്റെ ആ വേണുനാദം കേൾക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയ കവാടം തുറന്നിടാത്തത് കൊണ്ടാണ് അത് കേൾക്കാത്തത്. നാം ആ ഹൃദയ കവാടം ഭഗവാന് വേണ്ടി തുറന്നിടുന്ന ഓരോ ഭക്തരെയും ഭഗവാൻ ആ മനോഹരമായ നാദത്തിലൂടെ ആ സ്നേഹത്തിലൂടെ ഭഗവാൻ തന്നിലേക്ക് ആകർഷിക്കപ്പെടുന്ന വ്യക്തികളെ പിന്നെ ഭഗവാൻ എല്ലാ കാലത്തും എല്ലാ കർമ്മങ്ങളിലും ഭഗവാൻ അവരോടൊപ്പം ഉണ്ടാകും. നാം എന്തുകൊണ്ടാണ് പിന്നെയും കൂടുതൽ ദുഃഖിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മായ ലോകത്തിലേക്ക് വന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഭഗവാനും ഞാനും രണ്ട് എന്നുള്ള ബോധത്തിലായി പോകും. ഒന്നായിരുന്ന ഭഗവാനും നമ്മളും രണ്ടായി മാറി. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മായകൾ പെട്ടുകഴിയുമ്പോൾ നമുക്ക് ഓരോരോ ഭ്രമങ്ങളുണ്ടാകും. നമ്മളിപ്പോൾ ഒരു സിനിമ തിയേറ്ററിലേക്ക് ചെന്നു, അവിടുത്തെ ആ ഇരുട്ടിനുള്ളിലേക്ക്, ആ തണുപ്പിനുള്ളിലേക്ക്, ആ സിനിമയുടെ ആ ശബ്ദം, ആ ഓരോ നടീനടന്മാരുടെയൊക്കെ അഭിനയം, അതിലൊക്കെ ചെന്ന് നമ്മളത് സ്ക്രീനിൽ അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ തന്നെ നാം വന്നത് എങ്ങനെയെന്നോ അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണ് താനെന്നോ എന്നും വല്ലതും നമ്മൾ ചിന്തിക്കുമോ? അവിടെ 2.5 മണിക്കൂർ ചിലവഴിച്ചിട്ട് എല്ലാം തീർന്ന് അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് നമ്മൾ പഴയ അവസ്ഥയെക്കുറിച്ച് വണ്ടി എവിടെ പാർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വന്നത് ആരൊക്കെയായിരുന്നു എന്നൊക്കെ പിന്നീടാണ് നമ്മൾ സ്ഥലകാല ബോധത്തോടെ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിൽ ഭഗവാൻ സൃഷ്ടിച്ച ആ മായാ പ്രകൃതിയിലേക്ക് നാം കടന്നു വന്നു കഴിയുമ്പോൾ നാം എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ആരാണ് നമ്മളെ കൊണ്ടുവന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഈ മായ ബന്ധത്തിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ മുക്തരാകുന്നത് അപ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നതും നാം ആരാണെന്നും എങ്ങനെയാണ് വന്നതെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നും ആരാണ് നമ്മളെ കൊണ്ടുവന്നതും എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്, ആ വകതിരിവ് വരുന്നത്. ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം നേടിയ ഈ മായാഭ്രമത്തിൽ നിന്ന് മുക്തരായവരുടെ ഒരു ലിസ്റ്റ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, അവസാന വീഡിയോ ആണെന്ന് തോന്നുന്നു, ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് പറഞ്ഞതിനകത്തിൽ അത് മായയിൽ നിന്ന് മായയുടെ പിടിയിൽ നിന്ന് മോചനം നേടിയവരെ കുറിച്ച് ശ്രീശുക ബ്രഹ്മർഷി പറയുന്നതായിട്ടുണ്ട്. അതിനകത്തിൽ ആ ശ്രീശുകനും ഉണ്ട്, ഭീഷ്മാചാര്യര്, ഉദ്ധവര്, അങ്ങനെ വിതുരര്, അങ്ങനെ ധാരാളം പേരുണ്ട്. അവരുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്.
മായയ്ക്ക് അതീതരായവർ. ഇത് മായാഭ്രമമാണെന്നും ഇത് യഥാർത്ഥ ലോകമല്ലെന്നും ഭൂമി നമ്മളെ ഭ്രമിപ്പിക്കുകയും ആ ഭ്രമത്തിലൂടെ നമുക്ക് ഇത് എൻ്റെ സ്വന്തം, അതെൻ്റെ സ്വന്തം, അതെല്ലാം നമ്മുടെ സന്തോഷത്തിനുള്ള ഉപാധികൾ എന്നൊക്കെ നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് അങ്ങനെ മായയ്ക്ക് അതീതരായി മാറാൻ ശ്രമിക്കണമെങ്കിൽ നാം ജന്മനാ ഭഗവത് ചിന്തകളോടെ ജനിച്ചവരാകണം. സ്വാമി വിവേകാനന്ദനെ പോലെയും ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെയും ശ്രീനാരായണ ഗുരുദേവനെ പോലെയും ആദിഗുരുവായ ശ്രീ ശങ്കരനെ പോലെയും ഒക്കെ നാം ജന്മ ഉദ്ദേശം തന്നെ ഭഗവാനെ സ്വന്തമാക്കുക, ഭഗവാനിലേക്ക് പൂർണ്ണമായി ലയിക്കുക എന്ന ബോധത്തോടെ നാം ജനിച്ചവരാകണം. ആ ഒരു ജനനത്തിന് വേണ്ടി നമ്മൾ എത്രയോ ജന്മങ്ങൾ ഇനിയും താണ്ടേണ്ടിയിരിക്കുന്നു. അനേക ജന്മങ്ങളിലൂടെ അത് താണ്ടുന്നതിനേക്കാൾ എളുപ്പമാണ് കിട്ടിയ ജന്മത്തിൽ ഭഗവാനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ടത് കൂടുതൽ സമയം ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു രസത്തിൽ ലയിച്ചിരിക്കുകയും അതിനു വേണ്ടിയിട്ട് തന്നെ ഓരോ ദിവസങ്ങൾ ഉണരുകയും കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ വരണമെന്ന് വെച്ചാൽ നമ്മൾ മറ്റു കർമ്മങ്ങൾ നിത്യേനയുള്ള ജോലികളെല്ലാം മാറ്റി വെച്ചിട്ട് ഭഗവാനുമായി ഒത്തിരുന്ന് പൂജാമുറിയിൽ ഇരിക്കണം എന്നല്ല അതിനർത്ഥം. അല്ലെ ക്ഷേത്ര ദർശനം നടത്തണമെന്നല്ല. നാം ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇത് എന്നെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുന്നു എന്ന് വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് ഇത് ഭഗവാനെ സന്തോഷം കിട്ടുന്ന വിധത്തിൽ നാം സ്വയം സന്തോഷിക്കണം. നമുക്ക് സ്വയം സന്തോഷം എപ്പോഴാണ് ലഭിക്കുന്നത്? നാം ഏത് കാര്യങ്ങളും ചെയ്തു അതിൽ പക്ഷേ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ നമുക്ക് പൂർണ്ണമായ സന്തോഷം നമ്മുടെ ഉള്ളിൽ വേണം. നമ്മുടെ ഉള്ളിൽ സന്തോഷം ജനിക്കാത്തിടത്തോളം കാലം നമുക്ക് ഒരു ചെയ്യുന്ന കർമ്മങ്ങളിലൊന്നും ഒരു തൃപ്തിയോ സന്തോഷമോ ഒന്നും വരില്ല. ആർക്കോ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്നേ തോന്നുകയുള്ളൂ. അപ്പോൾ നമുക്ക് പൂർണ്ണമായ സന്തോഷം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നാം ചില വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടാകും. അതിൽ നിന്നാകാം ഒരു പക്ഷേ നാം പൂർണ്ണമായി സന്തോഷം അനുഭവിക്കുന്നത്. കുടുംബത്തിൻ്റെ സന്തോഷം, ജോലി സ്ഥലത്തെ സന്തോഷം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള സന്തോഷം. ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമാകാം. ചിലർ അവരുടെ പാഷനുകളിൽ, അവർക്ക് ഉള്ള അഭിരുചികളിലായിരിക്കും അവരുടെ സന്തോഷം. അപ്പോൾ ഈ സന്തോഷങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ പൂർണ്ണതയുണ്ടെങ്കിൽ മാത്രമേ നാം ചെയ്യുന്ന കർമ്മങ്ങളിലും നമുക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിലെങ്ങും നമുക്ക് സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ ഭഗവാന്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ, ഭഗവാനോടുള്ള കഥകൾ കേൾക്കുന്നതിൽ, ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നതിൽ, ഗാനങ്ങൾ കേൾക്കുന്നതിൽ, അത് ഭഗവാനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിൽ, ഇതിലെല്ലാം സത്സംഗങ്ങളിലെല്ലാം നമുക്ക് സന്തോഷം കണ്ടെത്താൻ നാം ശ്രമിക്കണം. അതാണ് എൻ്റെ സന്തോഷമെന്ന് അടിവരയിട്ട് ഉറപ്പിക്കണം. അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഭഗവാനിൽ സ്ഥിരമായി മനസ്സുറച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ ഒരു സന്തോഷം ലഭിക്കും. ആ സന്തോഷം പുറമേയുള്ള ഏത് ദുഃഖങ്ങളെയും കൊണ്ട് തല്ലിക്കെടുത്താൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന ഒരു സന്തോഷമാണ്, ഒരു സമാധാനം, ഒരു സ്വസ്ഥത, ശാന്തത. പുറത്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം, പരിസരത്ത് എന്തെല്ലാം, നാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും സന്തോഷമുണ്ടായാലും അതൊക്കെ നമ്മുടെ ഈ ഉള്ളിലുണ്ടാകുന്ന സന്തോഷത്തെ സ്വാധീനിക്കില്ല, അതിനെ കെടുത്തുകയോ കൂട്ടുകയോ ചെയ്യില്ല. അവിടെ നിതാന്തമായി ആ ഒരു സന്തോഷം നിലനിൽക്കും. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും സോഴ്സിലൂടെ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ഒരു സംതൃപ്തിയും സന്തോഷവും ഒരു ഊർജ്ജസ്വലതയും ഒക്കെ നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പം ഭഗവാനിലേക്ക് എത്തുവാൻ, ഭഗവാൻ നമ്മെ സൃഷ്ടിച്ചതിന് ശേഷം ഭൂമിയുടെ മായയിലേക്ക് വന്നുപെട്ടു. ആ മായയിൽ വന്നുപെട്ടതും നമ്മുടെ തെറ്റല്ല, മായ നമ്മൾ ഭ്രമിപ്പിക്കുന്നതും നമ്മുടെ തെറ്റല്ല. നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്തിട്ട് ദൈവമേ ഞാൻ ഇതൊക്കെ അങ്ങ് ചെയ്തു പോയല്ലോ, ഞാൻ ഭക്തിയുടെ സേവനത്തിലൊക്കെ നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് ഭക്തിയൊന്നും ഇല്ലാതെ പോയല്ലോ, ഞാൻ ലൗകികത്തിലേക്ക് പോയല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ പശ്ചാത്തപിക്കും. അങ്ങനെ പശ്ചാത്തപിക്കുന്നത് നല്ലത്, പക്ഷേ അതൊന്നും ഒരു തെറ്റല്ല. കാരണം അന്നത്തെ ദിവസം ആ ഒരു കർമ്മങ്ങളിലേക്ക് ഏർപ്പെട്ടതും മറ്റ് കർമ്മങ്ങളിലേക്ക് ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ സമയം കിട്ടാതിരുന്നതും എല്ലാം നമ്മൾ ഈ മായാപ്രകൃതിയിൽ, ഈ ഭൗതികതയിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഓരോ ദിവസത്തെ അനുഭവമാണ്. ആ ദിവസത്തെ അനുഭവമായിരിക്കില്ല അടുത്ത ദിവസത്തെ അനുഭവം. ഓരോ ദിവസവും വ്യത്യസ്തമായ അനുഭവ തലങ്ങളാണ് നമുക്ക് തരുന്നത്.
അപ്പോൾ ആ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഭഗവത് സ്മൃതിയോടെ ഇരിക്കുക. സ്ഥായിയായി ഏത് സ്ഥലത്തിരുന്ന് ഭഗവാനെ ഭജിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്ഥായിയായ ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണ്. ഞാൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും കേട്ടാലും എല്ലാം ഇത് ഭഗവാനും കൂടെ എൻ്റെ ഉള്ളിലിരുന്നത് കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭഗവാനും കൂടി രുചിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാവുള്ളൂ, പറയാവുള്ളൂ, കേൾക്കാവുള്ളൂ എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വാക്ശുദ്ധി, കർമ്മശുദ്ധി, പ്രവൃത്തികളിലുള്ള ശുദ്ധി എല്ലാം താനേ സംഭവിക്കും. അപ്പോൾ ഭഗവാനിലേക്ക് എത്തുവാൻ ഭഗവാൻ ധാരാളം വഴികൾ. ഇപ്പം നമ്മളൊരു ഒരു പട്ടം ഒരാളിങ്ങനെ വിട്ടേക്കുകയാണ്. ആ പട്ടത്തിന് ഇഷ്ടമുള്ള പോലെയൊക്കെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നൂലയച്ചു വിടുമ്പോഴുണ്ട്. പക്ഷേ ആത്യന്തികമായി നൂലിൻ്റെ അറ്റം ഒരാൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ കൺട്രോളിങ് പവർ ഇല്ലാതെ വന്നാൽ ആ പട്ടം ഇങ്ങനെ അനന്തവികാസത്തിലൊക്കെ പൊട്ടി ഇങ്ങനെ പോയിട്ട് അത് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ കാറ്റിനനുസരിച്ച് സഞ്ചരിച്ച് എവിടെയെങ്കിലും വല്ല വൃക്ഷങ്ങളിലോ അല്ലെ മലമുകളിലോ അല്ലെ വേറെ എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തടഞ്ഞ് അതിൻ്റെ അന്ത്യം അവിടെ സംഭവിക്കും. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഒരു ചരടാണ്. ഭഗവാനാണ് നമ്മുടെ ഈ പട്ടമാകുന്ന ജീവിതത്തിൻ്റെ ചരട് പിടിച്ചിരിക്കുന്ന ആള്. അപ്പോൾ ആ നിയന്ത്രണത്തിലാണ് ഞാൻ എപ്പോഴും എന്ന ബോധത്തിൽ വേണം. അപ്പോൾ ആ ബോധം നമുക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ അനന്തവികായസിലേക്ക് ഉയർന്നുയർന്നു പോകുമ്പോൾ നമ്മൾ കരുതും, ഇത് നമ്മളുടെ ഒരു കഴിവ് കൊണ്ടാണ് ഈ ഉയരുന്നതെന്ന്. പക്ഷേ കയ്യിലിരിക്കുന്ന ചരട് അയച്ചയച്ച് വിടുന്നത് കൊണ്ടാണ് നമുക്ക് ഉയരാൻ കഴിയുന്നത്. അത് നമ്മൾ മറന്നു പോകും. വിസ്മരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ തന്നെ കഴിവുകൊണ്ട് നാം ഇങ്ങനെ ഇത്രയും ഉയരത്തിലെത്തി, ഇത്രയും വിശാലമായിട്ട് എനിക്ക് പറക്കാൻ കഴിയുന്നു, മറ്റാരും കാണാത്ത വിധത്തിൽ ഉയരത്തിൽ നിന്ന് ഞാൻ താഴേക്ക് നോക്കുന്നു, ഞാനാണ് ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ സ്വയം അങ്ങ് അഹങ്കരിക്കും. നമ്മളെ കൂടുതൽ പറക്കാൻ അനുവദിക്കുന്നതിനെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പറക്കലിനിടയിൽ നാം ചിന്തിക്കണം, ഇങ്ങനെ ഉയരും തോറും നമ്മുടെ ജീവിതത്തിന്റെ വ്യാപ്തി വർദ്ധിക്കും തോറും ഒരു പട്ടത്തെ പോലെ അപ്പോൾ നാം ചിന്തിക്കണം, ഇതിനെ കൺട്രോൾ ചെയ്യാൻ, ചുക്കാനായി പിടിക്കാൻ ഒരാൾ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കഴിയുന്നത്. അദ്ദേഹം പിടിവിട്ടാൽ നമ്മൾ ഏറ്റവും പൊക്കത്തിൽ നിന്ന് താഴേക്ക് കൂപ്പുകുത്തി വീഴും. ഏറ്റവും ഉയർന്നവൻ പതിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. നിലത്തൂടെ നടക്കുന്നവൻ ഉരുണ്ട് വീണാൽ ചെറിയ പരിക്കേ വരികയുള്ളൂ. പൊക്കം കൂടുന്തോറും, ഉയരം കൂടുന്തോറും വീഴ്ചയ്ക്ക് പതനം, വലിയ ആഘാതം സംഭവിക്കും. അതാണ് എപ്പോഴും ഭഗവാന്റെ ആ പാണികളിൽ, ആ പത്മപാദങ്ങളിൽ ഒക്കെ ചേർന്ന് വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ എന്ന് പറയുന്നത്. ഭഗവാനിലേക്ക് എത്തുവാൻ ഭഗവാൻ പല മാർഗങ്ങൾ. നീ എന്നിൽ നിന്ന് മായ പ്രകൃതിയിലേക്ക് വന്നു കഴിയുമ്പോൾ എന്നെ വിട്ടിട്ട് പോകും. ഞാൻ ആരാണെന്ന് പോലും നിനക്ക് അറിഞ്ഞുകൂടാവും. നീ തന്നെയാണ് വലിയവനെന്ന് നിനക്ക് ചിന്തിക്കും. അതൊക്കെ ഭഗവാൻ അറിയാം. അതിനുവേണ്ടിയാണ് ഭഗവാൻ ഈ കലികാലത്ത് മനുഷ്യരുടെ അഹന്ത കുറയ്ക്കുവാനും ജീവിതമാർഗം കാണിച്ചു കൊടുക്കുവാനും സനാതന ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെയാണ് ഭഗവത്ഗീത പോലെയുള്ള ജീവിത സന്ദേശങ്ങൾ, തത്വങ്ങളൊക്കെ നമുക്ക് ഭഗവാൻ വിളംബരം ചെയ്ത് തന്നിരിക്കുന്നത്. അതുപോലെയുള്ള ഭാഗവതം പോലെയുള്ള ശ്രേഷ്ഠ ഗ്രന്ഥങ്ങൾ, ഗാനാമൃതമല്ലേ, ഭഗവാന്റെ ഹൃദയമല്ലേ നമുക്കതിലൂടെ ഭഗവാൻ നമുക്ക് തരുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ വായിച്ചും രസിച്ചും നമ്മുടെ ഈ മായയിൽ പെട്ട് നമ്മൾ ഉഴലുമ്പോൾ ഇതും നമ്മുടെ കൂടെ കൊണ്ട് നടക്കണം. അപ്പോഴാണ് എൻ്റെ പട്ടത്തിൻ്റെ ഞാൻ പിടിച്ചിരിക്കുന്നത് ഭഗവാനാണെന്നുള്ള ബോധം വരുന്നത്. ഇല്ലെങ്കിലോ ഞാൻ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു, എന്നെ ആരും നിയന്ത്രിക്കാനില്ല. ഏത് ഭഗവാൻ ഉണ്ടെങ്കിൽ എന്തേ എന്ന് കാണിച്ചേ. ഇവിടെ കാണാനൊന്നും ഇല്ലല്ലോ ഭഗവാൻ. അമ്പലങ്ങളിലൊക്കെ ഇരിക്കുന്നത് മറ്റ് കല്ലും മരങ്ങളൊക്കെ അല്ലേ, പിന്നെ എവിടെയാണ് ഭഗവാൻ എന്നൊക്കെ ചോദിക്കും. ആ ചോദിക്കുന്നത് തന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ടാണ് ആ ചോദ്യം തന്നെ ഉണ്ടാകുന്നത് എന്ന് പോലും മൂഢത നിറഞ്ഞ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഭഗവാന്റെ കൈകളിൽ നാം സുരക്ഷിതരാകുവാൻ നിത്യേന ഭഗവത് സ്മൃതിയിലിരിക്കുവാൻ വേണ്ടിയാണ് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നിത്യേന ഭഗവാൻ കാണിച്ചു തരുന്നത്. സത്സംഗങ്ങൾ വഴിയും ഭഗവാനുമായിട്ടുള്ള ബന്ധപ്പെടുന്ന മന്ത്രങ്ങൾ, നാമങ്ങൾ, ഉച്ചാരണങ്ങളെല്ലാം ഭഗവാനെ സ്മരിക്കുന്ന നമ്മൾ ജീവിതത്തിൽ എവിടെ വേണേലും പറഞ്ഞോളൂ, എത്ര വലിയവരായിക്കോളൂ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധർമ്മത്തോടുകൂടി അർത്ഥം സമ്പാദിക്കുകയും ആ അർത്ഥത്തിലൂടെ നമ്മുടെ കാമങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കുകയും അവസാനം ധർമ്മം, അർത്ഥം, കാമം, അവസാനം പരമമായ ഈ സംഭവങ്ങളിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടെങ്കിലേ മോക്ഷത്തിലേക്ക് പോകാൻ കഴിയൂ. അവസാനത്തെ പുരുഷാർത്ഥം മോക്ഷമാണ് ലക്ഷ്യം. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ആ യാത്രയിൽ എപ്പോഴും താങ്ങായി തണലായി നമ്മുടെ കൂടെയുള്ളത്
ഭഗവാനാണ്. ഇപ്പോൾ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഒരു കപ്പലിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ദിവസക്കണക്കിന് യാത്രയായി. അതിനകത്തുള്ള എല്ലാറ്റിനുമുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ആടിപ്പാടാം, നമുക്ക് ആനന്ദിക്കാനുള്ള സ്ഥലങ്ങൾ, കളിക്കാനുള്ള സൗകര്യങ്ങൾ, സിനിമ കാണാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കിട്ടുന്നത് അതെല്ലാം ആ കപ്പലിൽ വിശാലമായ സ്പേസിലുണ്ടെന്ന് കരുതുക. അങ്ങനെ കരുതി നമ്മൾ ഒരുപാട് കാലം ആ കപ്പലിൽ അങ്ങ് ജീവിക്കുകയാണ്. പക്ഷേ ആ കപ്പലിനെ മുന്നോട്ട് നയിക്കുവാൻ നമ്മളാണോ, അത് ജീവിക്കുന്ന നാമാണോ അതിനെ മുന്നോട്ട് ആ മഹാസമുദ്രത്തിലൂടെ കൊണ്ടുപോകുന്നത്? അതിനെ നിയന്ത്രിക്കാൻ കപ്പിത്താന്മാരില്ലേ? അവരാണത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ശ്രദ്ധയോടെയുള്ള ആ കപ്പലിൻ്റെ മുന്നോട്ടുള്ള ആ പ്രയാണത്തിൽ നാം അതിനുള്ളിൽ സുരക്ഷിതരായി നമുക്ക് ഏത് സന്തോഷവും അനുഭവിക്കാം. എൻ്റെ മുന്നിൽ ഒരാളിരുന്ന് ഇത് ശരിയായ ദിശയിൽ നിയന്ത്രണ വിധേയമായി ഇത് കൊണ്ടുപോകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൈകളിൽ, അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തിൽ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ള ബോധത്തിൽ നമുക്കവിടെ ആനന്ദിക്കാൻ കഴിയൂ. അല്ലാതെ ഒരു ലക്ഷ്യമില്ലാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ഒരാൾ ഒരു നാവികനായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ആടിയുലയുന്ന തിരമാലകളുടെ ഇടയിലും വലിയ ഐസ് മലകളുടെയൊക്കെ ഇടയിലും ഒക്കെ കൂടെ ഈ കപ്പലിനെ കൊണ്ടുപോയി അതിന് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു അപകടം വരും എന്നുള്ള ഒരു തീരുമാനത്തിൽ അതിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അതിലെ ഏതെങ്കിലും ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുമോ? എത്രയോ ലക്ഷറിയസ് ആയിട്ടുള്ള അവസരങ്ങൾ ആ കപ്പലിനുള്ളിൽ ഉണ്ടെങ്കിലും നമുക്കതെങ്കിലും ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ആകെ വിഹ്വലരായിട്ടിരിക്കും, ഭയത്തോടു കൂടിയിരിക്കും. ഏത് നിമിഷമാണ് ഈ സമുദ്രത്തിലേക്ക് നമ്മൾ പതിക്കുന്നത്, നമ്മൾ ജലത്തിൽ മുങ്ങി മരിക്കുന്നത് എന്നുള്ള ടെൻഷനിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ശക്തനായിട്ടും അറിവുള്ള, നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളിൻ്റെ നേതൃത്വത്തിലാണ് നാം പോകുന്നതെങ്കിൽ നമ്മൾ പിന്നെ അവിടെ നമുക്ക് വേണ്ടുന്നതെല്ലാം ആസ്വദിച്ച് ആനന്ദിച്ച് സമാധാനമായി ജീവിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കപ്പിത്താനായി ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭൂമിയിൽ കിട്ടുന്ന എല്ലാ ആനന്ദങ്ങളും സന്തോഷമായി മുന്നോട്ട് അനുഭവിക്കാൻ കഴിയും. കാരണം ഭഗവാനെ ആ ഭഗവാന്റെ കയ്യിൽ നമ്മുടെ ശ്രദ്ധയെ, നമ്മുടെ ജീവിതത്തിൻ്റെ ചരടിനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മനസ്സ്, ഒരു ഹൃദയശുദ്ധി, അല്ലെങ്കിൽ അതിനുള്ള ഒരു താഴ്മ, ഒരു വിനയം, എല്ലാം താഴ്ന്ന ഒരു താഴ്ന്ന ഭൂമിയിലൂടെ നീരോടൂ, താഴ്ന്ന നിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണയേകൂ എന്നൊരു പഴഞ്ചൊല്ല് തന്നെയില്ലേ? നമ്മുടെ മനസ്സ് എത്ര ഹമ്പിളാകുന്നു, എത്ര വളരെ നിർമ്മലമാകുന്നു, നമ്മളുടെ മനസ്സിലെ അഹങ്കാരം എപ്പോൾ ഇല്ലാതാകുന്നു, അപ്പോഴേ ഭഗവാൻ അഹങ്കരിച്ചുള്ളൂ. ഞാനെന്ന ബോധം വേണം. പക്ഷേ ആ ബോധമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ആ ബോധം എനിക്ക് ആര് തന്നു എന്ന് ചിന്തിക്കുമ്പോൾ ആ ബോധത്തിലും നമുക്ക് അഹം എന്ന ബോധം ഉണ്ടാകുകയില്ല. ആ അഹം പോലും ഭഗവാനാണെന്നുള്ള ഒരു ബോധം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ബോധത്തിലൂടെ വളരെ സിമ്പിളായി ജീവിക്കാൻ ശ്രമിക്കുക, കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഭഗവാൻ അതിനുവേണ്ടിയുള്ള അനുഗ്രഹം എല്ലാവർക്കും തരട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.